ഹായ് ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്. ഹാപ്പി സൺഡേ. ഞായറാഴ്ച ഞാൻ സാധാരണ അങ്ങനെ നേരത്തെ എണീക്കാറൊന്നുമില്ല. പക്ഷേ ഇന്ന് ഞാൻ നേരത്തെ എണീറ്റു. തലേ ദിവസം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ എണീക്കണമെന്ന്. പക്ഷേ ഇടയ്ക്ക് അങ്ങനെ പ്ലാൻ ചെയ്ത് നടക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നേരത്തെ എണീറ്റു. ഇന്ന് മാർക്കറ്റിൽ പോയി കുറച്ച് മീനൊക്കെ മേടിക്കുക എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു തലേ ദിവസം തന്നെ. അപ്പോൾ ഫോണിൽ അലാറം വെച്ചു 5 മണിക്ക്. പക്ഷേ എണീറ്റത് 5:30-ക്കാണ്. ഓഫാക്കി അങ്ങനെ 5 മണിക്കാണ് എണീറ്റത്. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ പോയി ഒരുപാട് പേരെ കണ്ടു, വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ മിനി കൂൾബാറിൽ പോയി ചായ കുടിച്ചു. ഞാൻ അവിടെ നിന്നൊരു കോഴിമുട്ട പുഴുങ്ങിയതും ഒരു പഴംപൊരിയും കൂട്ടി ചായ കുടിച്ചു. മക്കൾക്ക് 2 പത്തിരിയും വാങ്ങി ഇങ്ങോട്ട് വന്നു. പിന്നെ ഞാനിവിടെ നിന്ന് 5:30-ക്ക് എണീറ്റ സമയത്ത് ഞാനതിൻ്റെ ഇടയിൽ തന്നെ ചായ ഒക്കെ കാച്ചിട്ടുണ്ടായിരുന്നു മക്കൾക്ക്. ചെറിയ ഫ്ലാസ്കിൽ ചായ കാച്ചി വെച്ചു. പിന്നെ പഴം ഉണ്ടായിരുന്നു, നേന്ത്രപ്പഴം പഴം ഉണ്ടായിരുന്നു. പഴമൊക്കെ തോലൊക്കെ ഇത്തിരി കറുത്ത് തുടങ്ങിയിട്ടുണ്ട്. പിള്ളേർക്ക് ഇങ്ങനെ ഒത്തിരി മടി കൂടുതലാണ് കഴിക്കാൻ. കുഴപ്പമൊന്നുമില്ല പക്ഷെ അവർ കുറച്ച് മടിയാണ്. അവർക്ക് ഇങ്ങനെ തോല് വല്ലാണ്ട് കറുത്ത് കഴിഞ്ഞാൽ കേട്ടോ, ഒന്നും കൂടി കറുത്ത് അവർ തീരെ തിന്നില്ല. അപ്പോൾ പഴം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് അവിൽ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടമാണ് അവിൽ വറുത്ത് വെച്ചാൽ. സാധാരണ ഞാൻ തേങ്ങയും പഞ്ചസാരൊക്കെ ഇട്ടിട്ട് കുഴച്ച് വയ്ക്കലുണ്ട്. ഇന്നിപ്പോൾ അതൊന്നും ചെയ്തില്ല. കുറച്ചൊന്നും ഇങ്ങനെ വറുത്തവിടെ എടുത്ത് വെച്ചു ചോറിനാവില്ല. പിന്നെ കുറച്ച് കായ വറുത്തതുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചോളാൻ പറഞ്ഞിരുന്നു. പക്ഷെ അവർ കഴിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. അത്രേ ഉണ്ടായിട്ടുള്ളൂ. ചില ദിവസം അവർക്ക് രാവിലെ ചായ വേണം തോന്നും, ചിലപ്പോൾ രാവിലെ കുടിക്കാനുള്ള മൈൻഡ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്ന് വെച്ചാൽ ഇന്ന് ഇപ്പോൾ ഞാൻ പോകുമ്പോൾ 6 മണിക്ക് അവരെ വിളിച്ചെണീപ്പിച്ച് എന്നിട്ടൊക്കെയാണ് ഞാൻ പോയത്. ഞാൻ പോകുന്ന ടൈമിൽ നന്ദു പല്ല് തയ്ക്കുന്നുണ്ടായിരുന്നു, കുഞ്ചൂസും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കുറേ വിശേഷങ്ങൾ പറയാനുണ്ടോ എന്ന് വെച്ചാൽ കുറച്ചൊക്കെ പറയാനുണ്ട്. അപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയി വന്നൊരു വേഷമാണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടൽ കുറവാണ്, അലമാരയിൽ തന്നെ എടുത്ത് വയ്ക്കില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മാർക്കറ്റിൽ ചുരിദാറൊക്കെ ഇട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഈ ഒരു ഡ്രസ്സിൻ്റെ കളർ എനിക്ക് നന്നായി ചേർന്നൊരു കളറാണ്. കാരണം എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടമാണ് ഈ ഒരു കളർ. ഈ ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ ഇഷ്ടമാണ്. പിന്നെ എന്നോട് നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ നമ്മളെ കാണുമ്പോൾ പറയുമല്ലോ, അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറയും നല്ല കളറാണ്, നന്നായി ചേരുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായതാണെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. പിന്നെ വേറെന്താ, എപ്പോഴും പാൻറ്റും ഷർട്ട് ഇട്ടിട്ട് എല്ലാവരും കാണണം. അപ്പോൾ ഒരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ മാർക്കറ്റിൽ പോയ വീഡിയോ നിർത്തിയില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തതാണല്ലോ. പിന്നെ വണ്ടി ഇന്നൊന്ന് കഴുകണം, വണ്ടി ഇന്നലെ കഴുകണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഇന്നലെ വണ്ടി കഴുകിയില്ല. അപ്പോൾ ഇന്ന് ഞാനൊന്ന് കഴുകണം എന്നൊക്കെ വിചാരിക്കണം. മീനൊക്കെ മുറിച്ച് പിന്നെ വണ്ടിയൊക്കെ കഴുകിയതിന് ശേഷമാണ് ഇന്നത്തെ കുളി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കുള്ളൂ. എന്നുവെച്ചാൽ സ്മെല്ലുണ്ടാവുമല്ലോ മീൻ മുറിച്ച് കഴിഞ്ഞാൽ. പിന്നെ വണ്ടി കഴുകുമ്പോൾ എന്തായാലും മേലൊക്കെ നനയും. അപ്പോൾ ഞാനിന്ന് മീൻ വാങ്ങിയേക്കണത് കൂന്തളും അതുപോലെ ചെറിയ അയിലയാണ്. കൂന്തൽ ഫ്രൈ ആക്കാനും അയില കറി വയ്ക്കാനും മേടിച്ച്. അത്രേ. രണ്ടും 100 രൂപയ്ക്കാട്ടോ മേടിച്ചത്. 100 രൂപയ്ക്കാണ് മേടിച്ചത്. സാധാരണ 100 രൂപയ്ക്കുള്ള മീനെ മേടിക്കാറുള്ളൂ. ഇന്നിപ്പോൾ കുറച്ച് വിലയൊക്കെ ഉണ്ട്. പിന്നെ കൂന്തൽ അങ്ങനെ വാങ്ങാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ കൂന്തൽ വാങ്ങി 100 രൂപയ്ക്ക് കൂന്തലും വാങ്ങി 100 രൂപയ്ക്ക് ചെറിയ അയിലയും മേടിച്ച് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. പണിയെടുക്കുമ്പോൾ എന്തായാലും ഇതിട്ട് ചെയ്താൽ ശരിയാവില്ല. എന്തെങ്കിലും ചോറ് കാര്യങ്ങളൊക്കെ ആയാൽ ലൈറ്റ് കളറല്ലേ. അപ്പോൾ എന്തായാലും ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഞാൻ വന്നപ്പോൾ തന്നെ എന്താ പറയുക, അച്ഛനൊന്ന് വിളിച്ചുകൂടാം. അപ്പോൾ ഞാൻ എന്തായാലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. ഓക്കെ. ഡ്രസ്സൊക്കെ മാറ്റി വന്നപ്പോഴേ ഞാൻ പിന്നെ വേഗം അലക്കാനുള്ളതൊക്കെ മെഷീനിലിട്ടു. എന്നുവെച്ചാൽ പണിയുടെ ഇടയിൽ അലക്കൽ കഴിയുമല്ലോ, കുറച്ചേ ഉള്ളൂ കേട്ടോ അലക്കാൻ. സാധാരണ ഞാൻ രാവിലെ മുറ്റടിക്കാറില്ല. അത് ഈ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തൊട്ടുള്ള മടിയൊക്കെയാണ്. എന്നുവെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ മുറ്റത്ത് ചവറൊക്കെ ഇങ്ങനെ മണ്ണി പറ്റിപ്പിടിച്ച് കിടക്കുമല്ലോ. ചൂലോട് ഒരുപാട് ടൈമൊക്കെ ഇങ്ങനെ നിന്നിട്ടൊക്കെ ആയിരിക്കും. അങ്ങനെയല്ല, സാധാരണ നമ്മൾ മുറ്റടിക്കുമ്പോൾ നമുക്ക് വേഗം ചവറടിച്ച് നീക്കാൻ പറ്റും. മഴ പെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ മണ്ണിൽ തന്നെ ഇങ്ങനെ ബലം പിടിച്ച് കിടക്കും ചവറൊക്കെ. അപ്പോൾ അതടിച്ച് നീക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ബലം പിടിക്കാൻ നിൽക്കാറില്ല. അപ്പോൾ ഞാൻ എന്താക്കുമെന്ന് വെച്ചാൽ വൈകുന്നേരങ്ങളാണ് ഞാൻ മുറ്റടിക്കാറ്. അപ്പോൾ ഇന്ന് രാവിലെ അടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നലെ ഞാൻ മുറ്റടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട്. പിന്നെ ഫ്രണ്ടിലൊന്നും അധികം അങ്ങനെ ചവറുണ്ടാവാറില്ല. അധികം ഉണ്ടാവുക ബാക്ക് സൈഡിലാണ്. പാഷൻ ഫ്രൂട്ടിൻ്റെ ഇലയും പിന്നെ ബാക്ക് സൈഡിലത്തെ കുറച്ച് ഇലയും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളിവിടെ നിന്ന് അകത്തുനിന്ന് അടിച്ച് വരുന്ന ചെറിയ ചവറ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. അതിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഞാൻ ചാക്കിലാക്കി വെക്കും. കടലാസൊക്കെ കൊട്ടയിലാക്കി വെക്കും. എന്നിട്ട് കൊട്ട എന്ന് പറയുമ്പോൾ കടലാസും മുറ്റത്തെ വേസ്റ്റൊക്കെ ഒരുമിച്ച് കത്തിച്ച് കളയും.
നമ്മുടെ എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ കവറ് സാധനങ്ങളൊക്കെ ചാക്കിലാക്കിയിട്ട് ആളെടുക്കാൻ വരുമ്പോൾ കൊടുക്കും കേട്ടോ. അങ്ങനെയാണ്. മുറ്റടിക്കണേക്കാട്ടി മുന്നേ ഞാൻ കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ മുക്കി വെച്ച് കുടിക്കാനുള്ളത്. പിന്നെ കിണറ്റിൽ എന്തൊക്കെയോ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. എന്തോ വടിക്കഷ്ണമോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു തെങ്ങുമലത്തെ. എനിക്ക് തോന്നുന്നു ഹൗസ് ഓണർ വീട്ടിൽ തേങ്ങ വലിച്ചപ്പോൾ എന്തെങ്കിലും വീണതായിരിക്കാം. പിന്നെ ഞാനല്ലായിരുന്നു വെള്ളം മുക്കി വെച്ചിരുന്നത്. നന്ദും കുഞ്ചൂസായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കിണർ കണ്ട് കുറച്ച് ദിവസമായി കിണറിനുള്ളിൽ കണ്ടിട്ടേ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വെള്ളം എടുക്കാൻ പോയപ്പോൾ കിണറ്റിൻ്റെ അകത്ത് ചെറിയ വടിക്കഷ്ണവും പിന്നെ നമ്മുടെ തെങ്ങിൻ്റെ മുകളിലുള്ള കൊതുമ്പിൻ്റെ അങ്ങനെ എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു പീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 3-4 പീസ് വടിക്കഷ്ണവും കാര്യങ്ങളൊക്കെ ഞാൻ പതിയെ അങ്ങനെ വെള്ളം മുക്കി എടുക്കുമ്പോൾ കോരി കളഞ്ഞു. പിന്നെ അതിൻ്റെ മുന്നേ ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടാണ് കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ പോയത്. അതിന് ശേഷമാണ് പിന്നെ മുറ്റം അടിക്കാൻ നിന്നത്. അപ്പോൾ മുറ്റമൊക്കെ അടിച്ച് ഞാനിങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും വെള്ളം തിളയ്ക്കാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം അരി എടുത്ത് കഴുകിയിടുകയാണ്. അരി ഞാനൊരു 3-4 പ്രാവശ്യം കഴുകുള്ളൂ കേട്ടോ. 5-6 പ്രാവശ്യം അങ്ങനെ അതിൻ്റെ മേലേക്കൊന്നും ആവില്ല. ഒരു 4 പ്രാവശ്യം ഞാൻ കഴുകുള്ളൂ. ആ 4 പ്രാവശ്യം തന്നെ നല്ല വൃത്തിയിൽ കഴുകിയെടുക്കും, അത്രയേ ഉള്ളൂ. പിന്നെന്താ, ഇത് മറ്റേ വെള്ളക്കുറുവയുടെ അരിയാണ് കേട്ടത്. ഞാൻ വെള്ളക്കുറുവയുടെ അരി അതാവുമ്പോൾ വേഗം വെന്ത് കിട്ടുമല്ലോ. ജാക്സണിൽ ഇറക്കി വെക്കണതാണ്. മഞ്ഞക്കുറുവൊക്കെ ആകുമ്പോൾ ഭയങ്കര വേവായിരിക്കും. വെള്ളക്കുറുവയാകുമ്പോൾ പിന്നെ അങ്ങനെ ഭയങ്കര വേവൊന്നല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളക്കുറുവ മേടിക്കണത്. റേഷൻ കാർഡ് ഇതുവരെ ഞാൻ ശരിയാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ അത് ശരിയാക്കണം. അക്ഷയ പോയിരിക്കണ കാര്യം ആലോചിച്ചിട്ടാണ്. എന്തായാലും നോക്കാം. ഞാൻ എപ്പോൾ അരിയിടുകയാണെങ്കിലും അമ്മനെ ഓർക്കുണ്ടാ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, അമ്മ അരിയിടുമ്പോൾ നമ്മൾ എത്ര കാര്യം സീരിയസ് ആയിട്ട് കാര്യം പറയാൻ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമുക്കറിയില്ലല്ലോ അമ്മ അരിയിടായിരിക്കും എന്നുള്ളത്. പക്ഷെ അമ്മ മിണ്ടേ ഇല്ല, അമ്മ അനങ്ങില്ല അവിടെ നിന്ന്. എന്നാൽ മൂളെ ഒന്നുമില്ല. പിന്നെ നമ്മൾ അടുത്ത് പോയിട്ട് ഇങ്ങനെ വിളിക്കുകയാണെങ്കിൽ അമ്മ നമ്മളിങ്ങനെ നോക്കും, കാണാം. നോട്ടം മാത്രം ഉണ്ടാവും, നല്ല ദേഷ്യത്തിൽ. അല്ല, അരിയിടുമ്പോൾ മിണ്ടാൻ പാടില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ വിളിക്കണം ശരിയല്ലല്ലോ എന്നുള്ളൊരിതിൽ കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഈ അരിയിടുമ്പോൾ അമ്മനെ ഓർക്കും. അമ്മ പറയും ഇങ്ങനെ അരിയിടുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കണം, നമുക്ക് ഈ അരി എന്നും ഇടാൻ കിട്ടണേ എന്നുള്ളത്. അത് പ്രാർത്ഥിച്ചും കൊണ്ടായിരിക്കണം അരിയിടേണ്ടത്. പിന്നെ അരിയിടുമ്പോൾ നമ്മളതുകൊണ്ട് മിണ്ടാൻ പാടില്ല എന്നൊക്കെ പറയും. അപ്പം ഞാനും അതുപോലെ ചെയ്യാറൊക്കെ ഉണ്ട്, മനസ്സിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇതുവരെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. പ്രാർത്ഥിച്ച് അരിയിടുന്നത് കൊണ്ട് എനിക്കിതുവരെ ബുദ്ധിമുട്ടില്ല എന്ന് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ ഇന്ന് വാങ്ങിയ മീൻ അയില, ചെറിയ അയില കേട്ടോ, വലിപ്പമൊന്നുമില്ല, ഒരു മീഡിയം സൈസ് അയില. ഭയങ്കര കുഞ്ഞല്ല, എന്നാൽ വലിപ്പവും ഇല്ലാത്തൊരു അയില കേട്ടോ. പിന്നെ മീനൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കവർ പോലെ നമ്മൾ കഴുകിയിട്ടൊക്കെ അവിടെ അങ്ങോട്ട് കൊളുത്തിയിടും. പിന്നെ അത് ഉണങ്ങിക്കഴിയുമ്പോൾ പ്ലാസ്റ്റിക് എടുത്തേക്കണ ചാക്കിൽ അങ്ങോട്ട് എടുത്തേക്കുണ്ട്. അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ അതിലത് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഞാനതിൽ നിന്ന് കുറച്ചേ എടുത്തുള്ളൂ കറി വയ്ക്കാനായിട്ട് ഇടാം. കാരണം പൊരിക്കാൻ നമുക്ക് കൂന്തലുണ്ട്. അപ്പോൾ അതിലൊക്കെ കഴുകിയിട്ട് എടുത്ത് വയ്ക്കുമ്പോൾ ആ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അതേപടി എടുത്ത് വയ്ക്കുമ്പോൾ ഒരു മണം ഉണ്ടാവും. ഞാൻ മുഴുവൻ അങ്ങനെ ഒരുമിച്ച് മുറിച്ച് വെക്കില്ല. ചിലർ മുറിച്ചിട്ടൊക്കെ ഫ്രിഡ്ജിലാക്കി വെക്കും, എന്നിട്ട് പിറ്റേ ദിവസം കറി വയ്ക്കാനായിട്ട് അങ്ങോട്ട് എടുക്കുകയും ചെയ്യുക. ഞാൻ നേരെ തിരിച്ചാട്ടോ ചെയ്യുക. ഞാൻ ആവശ്യത്തിനുള്ള കറിക്കുള്ള മാത്രം മുറിച്ചിട്ട് ബാക്കി അങ്ങനെ കഴുകിയിട്ട് നേരെ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും ബാക്കിയുള്ളത്. അങ്ങനെ അപ്പോൾ കൊണ്ടുവന്ന സമയത്തുള്ള ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടും കഴുകിയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ. പിന്നെ മക്കൾ കറി വെച്ച മീനൊക്കെ അങ്ങനെ ഭയങ്കര കുറവാണ് കഴിക്കൽ. പൊരിച്ച മീനൊക്കെ ആണെങ്കിൽ നന്നായി കഴിക്കും. ഇന്നിപ്പോൾ അയില നമ്മൾ പൊരിക്കണില്ല, അയില കറി വയ്ക്കാൻ മാത്രമാണ് എടുക്കണത്. കൂന്തലുള്ളത് കൊണ്ടാട്ടോ. കൂന്തലില്ലെങ്കിൽ അയില തന്നെ പൊരിക്കാൻ എടുക്കണമായിരുന്നു. ഇന്ന് കുറേ കാലമായി കൂന്തൽ മേടിച്ചിട്ട്, ഒരുപാട് കാലമായി കൂന്തൽ വാങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ ഞാൻ ഓർത്തു മക്കൾക്ക് ഇഷ്ടമല്ലേ, പിന്നെ ഇന്ന് ഞായറാഴ്ച അല്ലേ, അപ്പോൾ അവർക്ക് വെച്ച് കൊടുക്കാമെന്ന്. കൂന്തലാണെങ്കിൽ ആകെ മറ്റേ എന്താ പറയുക, അതിൻ്റെ കരി ഇളകിയിട്ടൊക്കെ അങ്ങനെ എന്തൊക്കെയോ അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ അല്ല, ചില കൂന്തളുടെ കരി ഇതായിട്ട് കിടക്കുന്നുണ്ട്, അപ്പോൾ കലങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ കൂന്തൽ പിന്നെ ഞാൻ മുഴുവൻ എടുത്തു കേട്ടോ. എന്നുവെച്ചാൽ മക്കൾക്ക് പൊരിച്ച് കഴിഞ്ഞാൽ ഇഷ്ടമാണ്. പിന്നെ പൊരിച്ച് വരുമ്പോൾ അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. സാധാരണ ഞാനിത് റോസ്റ്റ് ചെയ്യലാണ്. പിന്നെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് കട്ടി കുറച്ച് അരിഞ്ഞിട്ട് പിന്നെ ഉള്ളിയും തക്കാളിയും മറ്റേ എന്താ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അങ്ങനെ എല്ലാം ഇട്ട് വഴറ്റി ചെറുങ്ങനെ ഒരു പൊരിക്കലല്ല, റോസ്റ്റ് ചെയ്തെടുക്കലാണ്. പക്ഷെ ഇന്നിപ്പോൾ ചെക്കന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു
അവർക്ക് പൊരിച്ചാൽ മതി, അവർക്ക് വേറെ രീതിയിലൊന്നും വെക്കണ്ട. പിന്നെ അങ്ങനെ ചെയ്യാം. ഞാൻ മീനെടുത്ത് വന്നപ്പോൾ ഒരാൾ വന്നിരിക്കുക മുറ്റത്ത്. അപ്പം ഞാനൊരു അയിലയിന് ഇട്ട് കൊടുത്തു കേട്ടോ. ഗർഭിണിയാണ് പുള്ളിക്കാരത്തി. എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ വന്നതിന് ശേഷം ഇവിടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇങ്ങനെ അടുക്കളയിലോ പാത്രം എടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വരും. അപ്പോൾ അതിനൊരു അയിലിട്ട് കൊടുത്തപ്പോൾ 2-3 കാക്കൊക്കെ വന്നിരിക്കുക കേട്ടോ. ഞാനപ്പോൾ അവർക്കൊന്നും കൊടുത്തില്ല, ഇതിന് മാത്രം ഒരു അയിലിട്ട് കൊടുത്തു. ഗർഭിണി ആയതുകൊണ്ട് മാത്രം കൊടുത്താ കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ പിന്നെ മീൻ മുറിച്ച വേസ്റ്റ് അങ്ങനെ കൊടുക്കുള്ളൂ. ഞാൻ മീൻ മുറിക്കാൻ നിന്നപ്പോഴാണ് നന്ദും കുഞ്ചൂസും ട്യൂഷൻ കഴിഞ്ഞ് വന്നേട്ടാ. അവർക്ക് 7 മണി മുതൽ 9 മണി വരെ ആയിരുന്നു. അപ്പോൾ കുഞ്ചൂസ് നന്ദു കയറി വരുമ്പോൾ ഫസ്റ്റ് കുഞ്ചൂസാണ് വന്നത്. പിന്നെ നന്ദു കയറി വരുമ്പോൾ കുഞ്ചൂസാണ് നന്ദു വരുന്ന വീഡിയോ എടുത്തത് കേട്ടോ. പിന്നെ ഞാൻ ഈ മീൻ മുറിക്കണ വീഡിയോ ഒക്കെ എടുത്തത് നന്ദുവാണ്. കൂന്തൾ എനിക്ക് ആദ്യമൊന്നും അങ്ങനെ മീൻ മുറിക്കാൻ അറിയില്ലായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് മീൻ മുറിക്കാനൊക്കെ പഠിച്ചേട്ടാ. എനിക്കൊരു മീനും മുറിക്കാൻ അറിയില്ലായിരുന്നു. വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു പണിയും ചെയ്യിപ്പിക്കാറില്ലായിരുന്നു. വേറൊന്നുമല്ല, സാധനങ്ങളൊക്കെ നശിപ്പിക്കണ കാരണം കൊണ്ട് ചെയ്യിപ്പിക്കാത്തതായിരിക്കാം. പിന്നെ നമ്മുടെ വീട്ടിലല്ലെങ്കിലും അങ്ങനെ എപ്പോഴും മീൻ മേടിക്കാറൊന്നുമില്ല. എന്നും അങ്ങനെ മേടിക്കൊന്നുമില്ല. ആഴ്ചയിൽ 2 ദിവസമോ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഇപ്പം ഞങ്ങളായാലും അങ്ങനെ തന്നെയാണ് ചെയ്യണേ. ആഴ്ചയിൽ 2 ദിവസമോ ചിലപ്പോൾ 3 ദിവസമൊക്കെയാണ് ഞങ്ങളും മീൻ മേടിക്കാറ്. പിന്നെ കുഞ്ചൂസ് ഹൈറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് സ്ഥിരം ഞാളാറുള്ളൊരു സ്ഥലമാണ് കേട്ടോ അത്. അവനവിടെ വന്നിട്ടാണ് രാവിലെ ഞാളാറ്. അത് അനിയനും പപ്പുടും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ ഹൈറ്റ് വയ്ക്കുന്നു. മക്കൾ വന്ന് അവരുടെ അടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ നന്നാക്കണത്, കൂന്തൽ നന്നാക്കണത്. പിന്നെ കൂന്തൽ കണ്ടപ്പോൾ തന്നെ രണ്ടാൾക്കും നല്ല സന്തോഷമായിരുന്നു. കുഞ്ചൂസ് ഇങ്ങനെ പറഞ്ഞു കുറേ നാളായല്ലോ കൂന്തൽ കഴിച്ചിരുന്നു. അപ്പോൾ അവനും ഭയങ്കര ഹാപ്പി. പിന്നെ അവനാണ് ഫസ്റ്റ് പറഞ്ഞേട്ടാ പൊരിച്ചാൽ മതി. പിന്നെ പറഞ്ഞു ഏട്ടനും കൂടി വന്നിട്ട് ഏട്ടനോടും കൂടി ചോദിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ നന്ദു വന്നപ്പോൾ നന്ദുവിനോട് ചോദിച്ചപ്പോൾ നന്ദുവിനും അതേ അഭിപ്രായം, പൊരിച്ചാൽ മതി. ഞാനിതിപ്പോൾ മുറിക്കണത് പൊരിക്കാനായതുകൊണ്ടാണ് കുറച്ചും കൂടി വലുപ്പത്തിൽ മുറിക്കാനായിട്ടാ. കാരണം നന്ന ചെറുതാക്കിയിട്ടാണ് ഞാൻ കറക്കി മുറിക്കാറ്. ഇതിനിപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ചെറുതാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കുറച്ച് ഞാൻ വലിപ്പം കൂട്ടിയിട്ടാണ് ഞാൻ മുറിക്കണത്. പിന്നെ ഞാൻ ഉള്ളിലത്തെ വേസ്റ്റൊക്കെ കളയാൻ വേണ്ടിയിട്ട് കൂന്തലിൻ്റെ നടു ചീന്തി ഉള്ളിലത്തെ വേസ്റ്റൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇത് മുറിക്കുന്നത്. നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടൊക്കെ ഉണ്ട്. ഇനി ഇത് മുറിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല വൃത്തിയായിട്ട് കഴുകും, എന്നിട്ടൊക്കെ എടുക്കുള്ളൂ കേട്ടോ. എന്നാലും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ അങ്ങനെ വേസ്റ്റ് പോലെ. അപ്പോൾ അങ്ങനെ പിന്നെ പൊരിക്കാനായതുകൊണ്ട് പിന്നെ അത്ര ചെറുതാക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെ വല്ലാണ്ട് ചെറുതാക്കാത്തത്. കണ്ടോ ഇപ്പോൾ വലിപ്പം കൂട്ടി കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ ഇതിനും കുറച്ചും കൂടി വലിപ്പമാക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ വേണ്ട സാരില്ല, ഇങ്ങനെ തന്നെ മതിയെന്ന്. 2 പീസൊക്കെ ആക്കി വലുതാക്കിയിട്ടിട്ട് പൊരിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ അത് വലിയ ആർഭാടായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ചെറുതാക്കിയത് കേട്ടോ. ഓക്കെ, ഞാൻ ഷാമ്പ് എടുത്ത് തേച്ച് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ പൊടി പോവാല്ലേ? ഞാൻ പിന്നെ നന്ദുവിൻ്റെ അടുത്തും കുഞ്ചൂസിൻ്റെ അടുത്തും വണ്ടി കഴുകാൻ പറഞ്ഞപ്പോൾ കുഞ്ചൂസ് വേഗം പോയി കഴുകാൻ നിന്നോട്ടാ. നന്ദു പിന്നെ TV കാണാൻ കിടക്കുകയാണ്. അപ്പം ഞാൻ വെറുതെ ഒന്നോട്ട് തോണ്ടി വെറുതെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ വരികയാണ്. കുഞ്ചൂസ് വണ്ടി കഴുകുകയാണ്, നീ എന്താ പോവാത്തതെന്നൊക്കെ ചോദിച്ച് അങ്ങനെ 2 വർത്താനൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ കൂന്തൾ പൊരിക്കാൻ തന്നെയാണ്, വേറെ ഒന്നും അതിൽ ചേർക്കണമൊന്നുമില്ല. ഉപ്പും മഞ്ഞളും അതേപോലെ മുളക് പൊടിയും ആവശ്യത്തിനുള്ള. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. എല്ലാതും പിടിക്കണമല്ലോ അതിൽ, കാരണം ഇനി ഇതിൽ വേറെ ഒന്നും ഞാൻ ചേർക്കണില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായി കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ പിടിക്കാനായിട്ട് നന്നായി കുഴച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ചേർക്കുക പൊരിക്കുന്ന സമയത്ത് കറിവേപ്പിലയും പിന്നെ അതുപോലെ വെളുത്തുള്ളി നന്നായി അങ്ങോട്ട് ചതച്ചിടും കേട്ടോ പൊരിക്കുമ്പോൾ. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചേർക്കാനൊന്നുമില്ല.
പിന്നെ മുറിച്ച് വെച്ചേക്കണ അയിലയാണ്, അയില കറി വയ്ക്കാൻ തന്നെയാണ്. പക്ഷെ ഞാൻ എന്തായാലും ഇനി വണ്ടി കഴുകുന്നിടത്തേക്ക് പോകാൻ നോക്കുകയാണ്. അല്ലെങ്കിൽ ചാർജ് ചെയ്യണ ഭാഗത്തേക്കൊക്കെ വെള്ളമായിപ്പോവും. അപ്പോൾ കുഞ്ചൂസട്ടിക്കെല്ലാം കഴുകണം, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വണ്ടി കഴുകാനൊക്കെ പോയിട്ട് ബാക്കി ഭാഗം ഞാനാണ് കഴുകണത്. അപ്പോഴത്തേക്കും മീൻ ഒന്നാവാണ്ടിരിക്കാനൊക്കെ ആയിട്ട് ഞാൻ മുറിച്ച മീനിൽ മുളക് പൊടിയും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കുഴച്ച് കഴുകാനൊക്കെ അറിയാലേ നല്ല വൃത്തിയിൽ ചെയ്യാണ്ടല്ലേ. ഒരു 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോൾ ഞാൻ പറയാണ്ട് തന്നെ ചെയ്തു തന്നോളതൊക്കെ. വെറുതെ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണോ പറയിപ്പിച്ചിട്ട്? ഒരു 3 ദിവസമൊക്കെ കൂടുമ്പോൾ കഴുകിയാൽ മതി ശരിക്കും. അങ്ങനല്ല ഷാമ്പു ഇട്ട് തേച്ച് കഴുകലേ. നല്ലോണം പൊടി ഉണ്ടായിരുന്നു അല്ലേ, നല്ല ചേറുണ്ടായിരുന്നു. നല്ല റോസാപ്പൂ ഉണ്ടായിട്ടുണ്ടാ പറയുന്നത്. 3 പോയിട്ടുണ്ട്. കഴുക ആ ഒരു ഷാമ്പു ഫുള്ള് കലക്കിയില് ഇല്ലേ പകുതിയാ? അങ്ങനെ ഞാനും കുഞ്ചൂസും വണ്ടിയൊക്കെ കഴുകൽ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നേരെ വെളിച്ചെണ്ണൊക്കെ എടുത്ത് തലയിൽ തേക്കുകയാണ്. തലയിലും മുഖത്തൊക്കെ തേക്കുന്ന വെളിച്ചെണ്ണയാണത്, ക്യാരറ്റ് വെളിച്ചെണ്ണ കേട്ടോ അത്. പിന്നെ കുഞ്ചൂസാണെങ്കിൽ പിന്നെ മുറ്റത്ത് നിന്നാണ് കുളിക്കണേന്ന് പറഞ്ഞു. ഓസ് എടുത്തതല്ലേ, അപ്പോൾ ഓസി കുളിക്കാട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു ആയിക്കോട്ടെ എന്ന് വെച്ചാൽ വണ്ടിയൊക്കെ അവൻ നല്ല വൃത്തിയായിട്ട് കഴുകി തന്നു. അങ്ങനെ ഇന്ന് പണികളൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റിലേക്ക് കേട്ടോ കുളി ലാസ്റ്റ് കുളിക്കുള്ളൂ. അതിനിടെ ഞാൻ ചോറ് വാർത്തിയിട്ടാണ്, ചോറ് വേഗം തന്നെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂന്തൽ പൊരിക്കുന്നതാണ് ഈ കാണുന്നത്. എന്ന് വെച്ചാൽ മൂടി വെച്ചിട്ടാണ് പൊരിച്ചത്. പക്ഷെ അത് കോരി എടുക്കുമ്പോൾ പിന്നെ എന്തായാലും എന്നുവെച്ചാൽ കൂന്തൽ നന്നായിട്ട് പൊട്ടിത്തെറിക്കും. നമുക്ക് അടുത്ത് നിന്നിട്ട് പൊരിക്കാനൊന്നും അല്ല, അടുത്ത് നിന്നിട്ട് അങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്, പൊട്ടിത്തെറിക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പം ഞാൻ പിന്നെ മാറി നിന്നിട്ട് പേടിച്ചിട്ട് അവിടെ കോരി എടുക്കണത്. പിന്നെ അടച്ച് വെച്ചിട്ടാണ് വേവിച്ചത്. എന്ന് വെച്ചാൽ പൊട്ടിത്തെറിക്കും, നന്നായിട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇതുപോലെ കൂന്തലൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് നീങ്ങി നിന്നിട്ട് വേണം, ഇല്ലെങ്കിൽ മേലേക്കൊക്കെ ആവും. ആദ്യത്തെ ട്രിപ്പ് കൂന്തൽ പൊരിച്ചെടുത്തപ്പോൾ ഞാനും നന്ദു ആദ്യം തിന്നു കുറച്ച്. അപ്പോഴത്തേക്കും കുഞ്ചൂസ് വന്നു മുറ്റത്ത് നിന്ന്. പിന്നെ ഞാനത് അവർക്ക് കൊടുത്ത് കഴിക്കാനായിട്ട്. അപ്പോൾ അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കഴിക്കാനായിട്ട്. എന്നുവെച്ചാൽ കുറേ നാളായില്ലേ നമ്മൾ കൂന്തൽ വാങ്ങിയിട്ട്. അപ്പോൾ തിന്നത് കേട്ടോ, ബാക്കിയുള്ളതൊക്കെ കുറച്ചുണ്ടായിരുന്നു. ആദ്യത്തെ ട്രിപ്പിൽ പൊരിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൂന്തൽ പൊരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ മൂടി വെച്ചിട്ടാണ് നമ്മളത് വേവിക്കണമെന്നുണ്ടെങ്കിലും അതിടയ്ക്കൊന്ന് അങ്ങനെ മറിച്ചിട്ട് കൊടുക്കണ്ടേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചിക്കി മാറ്റിയിട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ അന്നേരം മൂടി തുറക്കുമ്പോൾ ഇങ്ങനെ ടെൻഷനാണ്, നീട്ടിക്കാവോ തെറിക്കുമോ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങനെ നീങ്ങി നിന്നിട്ടൊക്കെയാണ് ഇതങ്ങനെ നീക്കി കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കറി നമ്മൾ തേങ്ങയും അതേപോലെ തക്കാളി, സവോള, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് തേങ്ങ ഒക്കെ കൂടിയിട്ട് മിക്സിയിലിട്ട് ഒരുമിച്ച് അടിച്ചെടുത്തു. അപ്പോൾ ഇതിൽ വേസ്റ്റ് കളയാനായിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ കൂന്തൽ മൂടി വെച്ച മൂടിയാണ്, അതിൻ്റെ കോലം കണ്ടാൽ മൂടി വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടേ. അപ്പോൾ ആ പിള്ളേർക്കൊന്നും അത് കറി തോനെ വേണം. വറ്റിച്ച് വെച്ചാൽ അവർക്ക് കറി ഇല്ലാണ്ട് പറ്റില്ല, കറി നന്നായി വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കറി ഇത്രയും തോനാക്കി വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ കറി കട്ടി ഉണ്ടാവും, എല്ലാം കൂടിയിട്ട് അരച്ചെടുത്തതല്ലേ, അതിലൊന്നുമില്ല കഷ്ണമായിട്ട്. മീനും അതുപോലെ കറിവേപ്പിലയും മാത്രമേ ഉള്ളൂ കഷ്ണമായിട്ട് കേട്ടോ. പിന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഞാൻ എടുക്കുകയാണ്. പിന്നെ ഈ ഒരു വടി കഷ്ണം ഉണ്ടല്ലോ, ഈ ഒരു വടി എന്ന് പറയുന്നത് പണ്ടത്തെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന വടിയായിരുന്നു. അതിപ്പോൾ ഞാൻ ഉള്ളി ചതക്കാനും ഇഞ്ചി ചതക്കാനൊക്കെ എടുക്കുകയാണ്. ഇഞ്ചി പിന്നെ തീർന്നിരിക്കുക കേട്ടോ, എനിക്ക് വാങ്ങാൻ മറന്നുപോയി. അപ്പോൾ പാത്രങ്ങളൊക്കെ ഞാൻ സിങ്കി കൊണ്ടിടാനാണ് ഈ എടുക്കണത്. എന്ന് വെച്ചാൽ എല്ലാം കൂടി ഒരുമിച്ച് കഴുകാൻ വേണ്ടിയിട്ട്, ഒരു കുറച്ചധികം ആകുമ്പോൾ അങ്ങനെ ഒരുമിച്ച് അങ്ങോട്ട് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ട് സിങ്കിലിടുന്നത്. പിന്നെ അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡിയായി. അപ്പം ഞാൻ ചെറിയ ഉള്ളി താളിക്കുകയാണ്. ചെറിയ ഉള്ളി മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അതിലിട്ട് കൊടുത്തു. അങ്ങനെ കറി താളിക്കുക കേട്ടോ. കറി ഇങ്ങനെ താളിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല സ്മെല്ലുമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇത് നമ്മുടെ തൃശ്ശൂർ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ എങ്ങനെയായാലും ഇവിടെ വന്നാൽ ഞാൻ ഇങ്ങനെ തന്നെ കറി കാച്ചലുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്.
ആ ഒരു മണവും ടേസ്റ്റും. അപ്പം അങ്ങനെ. പിന്നെ ഈ ഒരു ചീഞ്ചട്ടി ഞാൻ പറഞ്ഞിട്ടില്ലേ, പണ്ട് എപ്പോൾ ഗ്യാസമ്മ വെച്ച് ഇങ്ങനെ എന്ന് വെച്ചാൽ മിക്കവാറും മറന്നു പോണ ദിവസങ്ങളൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി ചിലപ്പോൾ തീ ഉള്ളിൽ കത്ത് പിടിക്കുമ്പോഴൊക്കെയാണ് ഞാൻ കാണാം കറി ഇങ്ങനെ കട്ടി കുറവ് കാണുന്നുണ്ടെങ്കിലും നമ്മൾ ചോറിനാണ് എടുത്ത സമയത്ത് കറി കുറച്ച് കട്ടിയായിട്ടുണ്ട് കേട്ടോ. പിള്ളേർക്ക് പിന്നെ ഇങ്ങനെ കറി വേണം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കറി ആക്കിയതാട്ടോ. പിന്നെ ഈ ഒരു ചട്ടി മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. ഇനി വാങ്ങണം മൺചട്ടി. എനിക്ക് ഈ ഒരു മൺചട്ടി ഭയങ്കര ഇഷ്ടമാണ്. ചെറിയൊരു ക്യൂട്ടായിട്ടുള്ളൊരു മൺചട്ടിയാണ്. ഇനി ഞാൻ വിചാരിക്കുന്നുണ്ട് കറുത്തൊരു ചട്ടി മേടിക്കണമെന്ന്. അപ്പോൾ അയിലാണ് ഞാൻ അയിലോടെയാണ്ട് ഇളക്കുകയാണ്. പണ്ടൊക്കെ വീട്ടിൽ ഞാൻ മീൻ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ കറി എടുക്കുമ്പോഴൊക്കെ കഷ്ണം ഉടഞ്ഞു പോവായിരുന്നു. അമ്മയുടെ നിന്ന് കുറേ ചീത്ത കേൾക്കാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കാണ് കുളിച്ചത്. ഉച്ചക്കുളി പിച്ചക്കുളിയാന്ന് എപ്പോഴും അമ്മ പറയും കേട്ടോ. വീട്ടിൽ പോയാലൊക്കെ ഉച്ചയ്ക്ക് കുളിക്കാൻ സമ്മതിക്കാറില്ല. ഉച്ചക്കുളി പിച്ചക്കുളിയാന്ന് പറയും, എപ്പോഴും പറയണൊരു ഡയലോഗാണ് അങ്ങനത്തെ സാഹചര്യങ്ങളിൽ. അപ്പോൾ കുഞ്ചൂസാണ് നമുക്ക് ചോറ് വിളമ്പണത് കേട്ടോ. ചോറ് വിളമ്പിയതും പിന്നെ കറി കൊണ്ടുവച്ചതൊക്കെ കുഞ്ചൂസാണ്. കറിയൊക്കെ വിളമ്പി കൊണ്ടുവച്ചത്. പിന്നെ ചോറ് ബാക്കി അവിടെ വെച്ച് ഞാനിങ്ങനെ എടുത്ത് പോന്നു. നന്ദു അപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയിട്ട് നന്ദുവിനെ വിളിച്ചിട്ട് നന്ദു എണീക്കാൻ തന്നെ കൂട്ടാക്കണില്ലായിരുന്നു. അവൻ ഉറക്കം വന്നിട്ട് വയ്യ. പിന്നെ അവനിപ്പോൾ വേണ്ട, ചോറ് കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറഞ്ഞു. ഇത് പിന്നെ നമ്മുടെ കൂന്തൽ ഫ്രൈ ആണ്. ഞാൻ അടച്ച് വെച്ചിട്ട് മണത്ത് നോക്കിയപ്പോൾ സ്മെല്ല് കിട്ടിയില്ല. തുറന്നതിന് ശേഷം മണത്തപ്പോൾ ആ ഒരു സ്മെല്ല് കിട്ടി. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് സ്വയം പുകഴ്ത്തല്ല. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ SP എന്നാണ് പറയുക, സ്വയം പുകഴ്ത്തുക എന്നുള്ളതിന് ചുരുക്കിയിട്ട്. അതൊക്കെ ഒരു കാലം. അപ്പോൾ രസമുണ്ട്. ഒറ്റയ്ക്ക് തിന്നുമ്പോൾ ഉപ്പൊരു ഇത്തിരി മുൻപിലാണ് നിൽക്കുന്നത്. ഒറ്റയ്ക്ക് തിന്നുമ്പോൾ ചെറുതായിട്ട്. ചോറിനാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നന്ദുവിനെ വിളിച്ചിട്ട് നന്ദു എണീറ്റിട്ടേ ഇല്ല. ഞാനും കുഞ്ചൂസും പിന്നെ ചോറ് തിന്നാനിരുന്നു. പിന്നെ ഞാൻ അവനെ തിന്നാണെങ്കിലും കൂടി ഞാൻ അവനെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചോറ് തിന്നാൻ വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ അവൻ ഉറക്കത്തിൽ നിന്നിട്ട് വന്നിരിക്കുകയാണ്. അതാണ് അവൻ്റെ മുഖം അങ്ങനെ. പക്ഷെ അവൻ തിന്നിട്ടൊന്നുമില്ല. അവനങ്ങനെ വെറുതെ വന്നിരുന്നു, അത്രയേ ഉള്ളൂ. കണ്ടോ, തല വെച്ച് കിടന്നു അവിടെ. ഞാൻ നിർബന്ധിച്ചു കുഞ്ചൂസ് ചോറൊക്കെ വിളമ്പി. കുറച്ച് ചോറേ കുഞ്ചൂസ് വിളമ്പിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു കുറേശ്ശെ വിളമ്പിയാൽ മതി, പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെ എടുക്കാമല്ലോ എന്ന്. പക്ഷെ നന്ദു ഉറക്കത്തിൻ്റെ മൂഡിലായിട്ട് അവൻ എണിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. അവൻ്റെ ചോറാണ് അപ്പുറത്ത് കറിയൊന്നും വിളമ്പാതിരിക്കണത്. ഞാൻ കുറേ ആവുന്നത്ര പറഞ്ഞു നമുക്ക് ഒരുമിച്ച് കഴിക്കാം, നീ എണീറ്റിരിക്കുന്നൊക്കെ. അപ്പോൾ നന്ദു പറഞ്ഞു ഒരുമിച്ച് ആരിയിരിക്കണത്, കുഞ്ചൂസ് റൂമിലിരുന്നിട്ടില്ല തിന്നണത്, അമ്മയല്ലേ എവിടെ ഇരുന്ന് തിന്നണത്, അപ്പോൾ ഒരുമിച്ച് എങ്ങനെയാവാന്നൊക്കെ ചോദിച്ചിട്ട് അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ വർത്താനൊക്കെ പറയുന്നുണ്ട്. അവർക്ക് പിന്നെ TV കണ്ട് തിന്നാൻ വേണ്ടിയിട്ടേ താഴത്തിരുന്നിട്ട് തന്നെയാണ് കഴിക്കുക അവർ. പക്ഷേ TV കണ്ട് റൂമിൽ നിലത്തിരുന്നിട്ട് കട്ടിലിൻ്റെ മുകളിലിരിക്കാൻ ഞാൻ സമ്മതിക്കലില്ല കേട്ടോ. തിന്നത് കട്ടിലിൻ്റെ മുകളിലൊക്കെ ആവുമല്ലോ, അപ്പോൾ താഴത്തിരുന്നിട്ട് തന്നെ കഴിച്ചോളും. അപ്പോൾ കറി നേരത്തെ കണ്ടതിനെക്കാട്ടിയും കുറച്ച് കട്ടിയായിട്ടുണ്ട്. പിന്നെ എനിക്ക് അയിലെടുത്ത തലക്കഷ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പണ്ടൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് തിന്നാറില്ലെങ്കിലും ഇപ്പോൾ നന്നായി കഴിക്കാറൊക്കെ ഉണ്ട്. പിന്നെ എനിക്കിന്ന് കരാട്ട ക്ലാസ് ഉണ്ട്. ഇന്ന് ഞായറാഴ്ച അല്ലേ, 4 മണി മുതൽ 6 മണി വരെയാണ്. അപ്പോൾ ഇന്ന് ക്ലാസ്സിന് പോകണം. ക്ലാസ്സിന് പോയിട്ട് പിന്നെ ഞാൻ വീട്ടിൽ കയറി 10 മണിക്ക് വരുള്ളൂ. കാരണം ഞാൻ ഇന്ന് വണ്ടി എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് 10 മണി വരെ വണ്ടി എടുത്ത് ഓടുണ്ടാകും. ഞായറാഴ്ചകളിൽ പകൽ ഓട്ടം കുറവായിരിക്കും മിക്കവാറും. പിന്നെ ചിലപ്പോഴൊക്കെ ആയിരിക്കും നല്ല തിരക്കുണ്ടാവാറ്. ഉച്ചയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു ഉച്ച മുതലൊക്കെ വണ്ടി എടുത്ത് പോകുമ്പോഴാണ് അത്യാവശ്യം നല്ല ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ ആൾക്കാരൊക്കെ പരിപാടിക്കും കാര്യത്തിനും പിന്നെ ബീച്ചിലൊക്കെ ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണല്ലോ ഇറങ്ങുക. അപ്പോൾ ചോറും കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പിള്ളേർക്കായാലും ഇഷ്ടമാണ്. കുഞ്ചൂസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നന്ദു പിന്നെ ചോറ് തിന്നിട്ടുമില്ല, തിന്നാൻ കൂട്ടാക്കിയിട്ടുമില്ല. അവന് വിളമ്പിയ ചോറ് എൻ്റെ ചോറ് തിന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ എടുത്ത് കഴിച്ചു. ഞാൻ തന്നെ എടുത്ത് കഴിച്ച് ഞാൻ ആ പാത്രമൊക്കെ കഴുകി കൊണ്ടുവച്ചു. എന്നുവെച്ചാൽ അവൻ ഉറക്കത്തിൽ തന്നെയാണ്. അവൻ പറഞ്ഞു എനിക്ക് വിശക്കണില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളും, എനിക്കിപ്പോൾ വേണ്ട, നിർബന്ധിക്കേണ്ടെന്നൊക്കെ. അപ്പോൾ ഉറക്കം മാറിയിട്ടുമില്ല, ആൾ ഉറക്കത്തിൻ്റെ മൂഡിലാണ്. അപ്പോൾ ഞാൻ അവനായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കണത്. പിന്നെന്താ, അപ്പോൾ എന്തായാലും ഞാൻ ചോറ് കഴിക്കട്ടെ. പിന്നെ നിങ്ങളെല്ലാവരും ചോറൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഈ വീഡിയോ ഇടാൻ പോകണം എന്തായാലും 2 മണി കഴിഞ്ഞിട്ടാണത് ഞാൻ യൂട്യൂബിലേക്ക് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെ എന്തെന്നാ പറയാൻ വന്നേ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട്. നല്ലതായിട്ടാണ് എടുക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.
ഇന്നത്തെ ഡേ ഫുള്ളായിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ പോലും വീഡിയോ ലെങ്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഓക്കെ, ഇന്നിപ്പോൾ നമുക്ക് അയിലക്കറിയും കൂന്തൽ ഫ്രൈ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇന്നെനിക്ക് ചോറും തിന്നിട്ട് മധുരമൊന്നും കഴിക്കാനില്ല. അപ്പോൾ ചെറുപഴമാണ് കിട്ടിയത്. അപ്പോൾ അത് കഴിച്ച് തൃപ്തിയാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.